എല്ലാവർക്കും നമസ്കാരം. പ്രൈമൽ പ്രോബ്ലംസിനെ ഡ്യുവൽ ആക്കി മാറ്റാൻ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. ഈ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡ്യുവലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഈ ക്വസ്റ്റ്യനെയാണ് നമുക്ക് ഡ്യുവൽ ആക്കി മാറ്റേണ്ടത്. അപ്പോൾ ഈ ഒറിജിനൽ പ്രോബ്ലത്തിനെയാണല്ലോ പ്രൈമൽ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്സ് നോക്കാം. പ്രൈമൽ മാക്സിമൈസേഷൻ ആണെങ്കിൽ ഡ്യുവൽ മിനിമൈസേഷൻ ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മാക്സിമൈസേഷൻ ആയതുകൊണ്ട് ഡ്യുവൽ എഴുതുമ്പോൾ മിനിമൈസേഷൻ എന്ന് കൊടുക്കണം. പിന്നെ പ്രൈമലിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ z എന്ന വേരിയബിൾ ഉപയോഗിച്ചതുകൊണ്ട് ഡ്യുവലിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാൻ നമുക്ക് z' ഉപയോഗിക്കാം. അപ്പോൾ മിനിമൈസ് z' ഈക്വൽ ടു എന്നാവുന്നു ഡ്യുവൽ. ഇനി തന്നിരിക്കുന്ന പ്രൈമൽ മാക്സിമൈസേഷൻ ആയതുകൊണ്ട് കൺസ്ട്രെയിൻസ് എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എല്ലാ കൺസ്ട്രെയിൻസും ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണ്. ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z' എഴുതാനായി പ്രൈമലിന്റെ കൺസ്ട്രെയിൻസിലെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കോൺസ്റ്റന്റ്സ് കോഎഫിഷ്യൻസ് ആയി ഉപയോഗിക്കണം. 5, 10, 15 ആണല്ലോ ഇവിടെ ആ കോൺസ്റ്റന്റ്സ്. പ്രൈമലിൽ x1, x2, x3 എന്നിങ്ങനെയാണ് വേരിയബിൾസ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഡ്യുവൽ എഴുതുമ്പോൾ സെയിം വേരിയബിൾ ഉപയോഗിക്കാൻ പാടില്ല. പകരം പുതിയ വേരിയബിൾസ് ആയ y1, y2, y3 നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ കോൺസ്റ്റന്റ്സ് ആയ 5, 10, 15 കൊണ്ട് y1, y2, y3യെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡ്യുവലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 5y1 പ്ലസ് 10y2 പ്ലസ് 15y3 എന്ന് കിട്ടുന്നു. ഇനി കൺസ്ട്രെയിൻസ് വേണം. അതിനായി പ്രൈമലിന്റെ കൺസ്ട്രെയിൻസിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കണം. ആദ്യം കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതുക. ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് പ്രൈമലിന്റെ ഫസ്റ്റ് കൺസ്ട്രെയിന്റിന്റെ കോഎഫിഷ്യൻസ് ആണ്. അതായത് x1 പ്ലസ് x2 പ്ലസ് x3 എന്നാണല്ലോ ഫസ്റ്റ് കൺസ്ട്രെയിന്റ്. x1ന്റെയും x2ന്റെയും x3യുടെയും കോഎഫിഷ്യന്റ് പോസിറ്റീവ് 1 ആണല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് റോ 1, 1, 1 എന്ന് കിട്ടി. സെക്കൻഡ് കൺസ്ട്രെയിന്റ് 2x1 പ്ലസ് x3യിലെ കോഎഫിഷ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ 2, x2 ഇല്ലാത്തത് കൊണ്ട് 0, പിന്നെ x3യുടെ 1. അതായത് മെട്രിക്സിന്റെ സെക്കൻഡ് റോ 2, 0, 1. ലാസ്റ്റ് കൺസ്ട്രെയിന്റിൽ x1 ഇല്ല, സോ 0, x2ന്റേത് 1, 3, x3യുടേത് 3. അപ്പോൾ തേർഡ് റോ 0, 1, 3. അങ്ങനെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതുക. എന്നിട്ട് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നു. ട്രാൻസ്പോസ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുള്ളതാണല്ലോ. കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ടിട്ട് ഈ വീഡിയോ ാണ് കുറച്ചും കൂടെ മനസ്സിലാവുക. ഇനി കൺസ്ട്രെയിൻസ് കിട്ടാൻ ഈ ട്രാൻസ്പോസ് മെട്രിക്സിനെ പുതിയ വേരിയബിൾസ് ആയ y1, y2, y3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ കിട്ടുന്ന കൺസ്ട്രെയിന്റിന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണോ കൊടുക്കേണ്ടത്? ഇനീക്വാളിറ്റീസ് റിവേഴ്സ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് ഒറിജിനൽ പ്രോബ്ലത്തിൽ കൺസ്ട്രെയിൻസ് എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണ്. സോ ഡ്യുവലിന്റെ എല്ലാ കൺസ്ട്രെയിൻസിനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ സൈൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇട്ടു. ഇനി റൈറ്റ് സൈഡിലെ കോൺസ്റ്റന്റ്സ് വേണ്ടേ? അതിനായി പ്രൈമലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ കോഎഫിഷ്യൻസ് ആണ് എടുക്കേണ്ടത്. 3, 1, 2. 3, 1, 2. ഇനി ഈ മെട്രിക്സിന്റെ ഓരോ റോയും y1, y2, y3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യത്തെ റോ 1, 2, 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1y1 പ്ലസ് 2y2 പ്ലസ് 0y3 എന്ന് കിട്ടുന്നു. സൈൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇടുക. എന്നിട്ട് റൈറ്റ് സൈഡിലെ ആദ്യത്തെ കോൺസ്റ്റന്റ് 3 എഴുതുക. 1y1 y1 തന്നെയാണല്ലോ. 0y3 എന്നാൽ 0 ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് കൺസ്ട്രെയിന്റിനെ റീറൈറ്റ് ചെയ്യുമ്പോൾ y1 പ്ലസ് 2y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാകുന്നു. സെക്കൻഡ് റോയെ y1, y2, y3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1y1 പ്ലസ് 0y2 പ്ലസ് 1y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു. റീറൈറ്റ് ചെയ്യുമ്പോഴോ y1 പ്ലസ് y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാകുന്നു. തേർഡ് റോയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1y1 പ്ലസ് 1y2 പ്ലസ് 3y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. റീറൈറ്റ് ചെയ്യുമ്പോഴോ y1 പ്ലസ് y2 പ്ലസ് 3y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നും കിട്ടുന്നു. അങ്ങനെ ഡ്യുവലിന്റെ കൺസ്ട്രെയിൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ലാസ്റ്റ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിന്റ് ആയ y1, y2, y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൂടെ ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യനെ ഡ്യുവലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. വീഡിയോ മനസ്സിലായെങ്കിൽ ഒരു ലൈക്ക് തരണേ. താങ്ക്